ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ഭാനുമതിയമ്മ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ പ്രകാശനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. കാരണം അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഭാനുമതിയമ്മ വക്കീൽ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വിശദീകരിച്ച് അവിടെ ഉത്തരം പറയണം. ഇതറിയില്ലെന്ന് പറയേണ്ട കാര്യമുള്ളൂ. പക്ഷെ അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആകെപ്പാടെ കേസ് കുളമാക്കി കയ്യിൽ കൂടെ കൊടുക്കുക കേട്ടോ. പ്രകാശനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വിക്രത്തിന് വിചാരണ ചെയ്യുവാണ് കോടതി. വിക്രവും പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഒരു മോശം ആളാണ് എന്നിങ്ങനെ പറയണം. അതുകൊണ്ട് തന്നെയാണ് അച്ഛനെ അമ്മയുടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് വന്നത്. അതിന് മുമ്പ് അച്ഛനൊരു ബന്ധം ഉണ്ടായെന്ന് ഞാൻ അറിയുന്നത് ഇപ്പോഴായിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, എൻ്റെ അച്ഛൻ്റെ സ്വഭാവം വെച്ചിട്ട് അച്ഛനൊരു തെറ്റും ചെയ്യില്ല. ആ സ്ത്രീ ഒരു മോശം സ്ത്രീ ആയതുകൊണ്ട് തന്നെയായിരിക്കും എൻ്റെ അച്ഛൻ ആ സ്ത്രീനെ ഉപേക്ഷിച്ചതെന്ന് പറയാം കേട്ടോ. എൻ്റെ അച്ഛൻ തങ്കപ്പെട്ട സ്വഭാവമാണ്. അതുകൊണ്ട് അച്ഛൻ ഇപ്പം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ വന്നിട്ടുണ്ട്. അവരുടെ മകൾ കാർത്തികയുടെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവർ അച്ഛൻ അത്രമാത്രം ജീവനാണ്. അച്ഛൻ്റെ സ്വഭാവം അത്രമാത്രം മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വന്ന ആലോചനയാണ്. ഒരിക്കലും എൻ്റെ അച്ഛൻ അങ്ങോട്ട് ആരെയും പോയി കല്യാണം കഴിക്കണം, എനിക്ക് കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഒരു കാലത്തും അങ്ങോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം കോടതി നമ്മുടെ ലക്ഷ്മീനെ വിചാരണ ചെയ്യുവാണ്. അങ്ങനെ ലക്ഷ്മി അടുത്ത് വന്ന് നിൽക്കാൻ പറയുമ്പോൾ ലക്ഷ്മി പ്രതിക്കൂട്ടിൽ വന്ന് നിൽക്കുവാണ്. ഭയങ്കര ധൈര്യത്തിലാട്ടോ നിൽക്കണത്. അങ്ങനെ വക്കീലിനെ ഓരോന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, ഇത്രയും വർഷമായിട്ട് ഞാൻ എൻ്റെ മോളെ വളർത്തുന്ന ആ ഒരു ഇതിലായിരുന്നു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ മോളെ ഈ രീതിയിൽ ഞാൻ വളർത്തി വലുതാക്കി എടുത്തത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മോൾ എവിടെയും ചോദിക്കുമ്പോൾ മോൾ ഇവിടെ ഇല്ല, മോൾ അമേരിക്കയിലാണ്, സ്വിറ്റ്സർലൻഡിലാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ പ്രകാശനൊക്കെ ഞെട്ടിപ്പോവാണ്. തനിക്ക് ഇനിയൊരു മോളുണ്ടോ എന്നൊരു സത്യം. കാരണം ആ ഒരു കുഞ്ഞ് അന്ന് ചാലിൽ ഉപേക്ഷിച്ച കുഞ്ഞ് തന്നെ നഷ്ടപ്പെട്ടെന്നാണ് പ്രകാശം വിചാരിച്ചത്. അന്ന് ആ കുഞ്ഞ് ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ലക്ഷ്മിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവായിരിക്കാം എന്നൊക്കെ വെച്ചിട്ട് പ്രകാശം ജീവിക്കണത്. അപ്പോൾ ലക്ഷ്മി കോടതിയിൽ പറയുമ്പോഴാണ് പ്രകാശൻ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. തൻ്റെ അന്നത്തെ ആ ഒരു മോള് ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള സത്യം. അങ്ങനെ ലക്ഷ്മി പറയണ്ട, അപ്പം എൻ്റെ മോളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തി വലുതാക്കി എടുത്തത്. അവളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഒരുപാട് ജോലിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടു. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഇയാളെ തിരഞ്ഞു പോകാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം ഞങ്ങളുടെ സാഹചര്യം നേരെ തിരിച്ചാണ്. ഞങ്ങൾ ഏറ്റവും വലിയ പണക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇയാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്വേഷണം തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഒരു പിടിയും കിട്ടില്ല. ഞാനും അതുപോലെ എൻ്റെ ചേട്ടന്മാരും ഒരുപാട് സുഹൃത്തുക്കളും അങ്ങനെ ഒരുപാട് പേർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇയാളുടെ ഒരു അഡ്രസ്സ് പോലും കിട്ടിയില്ലായിരുന്നു. അവസാനം അന്വേഷിച്ച് അവസാനം ഇപ്പോഴാണ് ഇയാളുടെ കാര്യങ്ങളൊക്കെ കിട്ടിയത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അയാൾക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞ്. ഇനിയൊരു പെണ്ണിൻ്റെ ജീവിതം ഇയാൾ നശിപ്പിക്കരുത്. ഇയാളെ മാത്രമല്ല, ഇയാളുടെ അമ്മയും ഭയങ്കര സാധനമാണ്, ഇയാളുടെ അമ്മയാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ ലക്ഷ്മി പറയാണ്. അതിനുശേഷം ലക്ഷ്മി പറയേണ്ട ഇയാളെ മോനുണ്ടല്ലോ കൊടും ക്രിമിനലാണെന്നൊക്കെ പറയാട്ടോ. അത് കേൾക്കുമ്പോഴാണ് പ്രകാശനൊക്കെ പിടിവിട്ട് പോണത്. കാരണം അതിനുശേഷം നമ്മുടെ ലക്ഷ്മി പറയേണ്ടത് ഇയാളുടെ മോൻ്റെ പേരിൽ എത്ര കേസ് ഉണ്ടെന്നറിയാം, ഒരു 5 കേസെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കേസും കാര്യങ്ങളൊക്കെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുക കേട്ടോ. പ്രകാശനാണെങ്കിൽ ഇനി രക്തം ഇങ്ങനെ തിളച്ചിങ്ങനെ വരുവാണ്. അതിനുശേഷം നമ്മുടെ ലക്ഷ്മി എടുത്ത് ശരി അവിടെ പോയി ഇരുന്നോളാൻ പറയും. അങ്ങനെ കോടതി പറയേണ്ട ഈ കേസ് ഇനിയും ഒരുപാട് അന്വേഷണവും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത മാസത്തേക്ക് വിധിച്ചിരിക്കുകയാണെന്ന് പറയാണ്. പക്ഷെ പ്രകാശിന് ഒരു പേടി. കാരണം വെച്ചാൽ കുറച്ച് ഒരു ലക്ഷ്മിയുടെ അടുത്തേക്കാണ് കോടതിയുടെ വിധി നല്ല രീതിയിൽ വരാൻ ചാൻസ് കൂടുതൽ. പ്രകാശിന് മിക്കവാറും ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രകാശനൊക്കെ വട്ടുപിടിക്കുകയാണ്. അങ്ങനെ പ്രകാശൻ വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിൽ കാർത്തിക് പറഞ്ഞ എന്താ വെച്ചാൽ കോടതിയിൽ അവർ കസറിയെന്നാണല്ലോ കേട്ടത്, അമ്മൂമ്മ ഓരോന്നൊക്കെ പറഞ്ഞ് അലമ്പാക്കിയതാണല്ലോ വക്കീൽ എന്നോട് പറഞ്ഞത്, എന്തൊക്കെയാണ് അച്ഛൻ നടക്കണത്? അപ്പം അച്ഛൻ്റെ അമ്മയുടെ വിവാഹം നടക്കില്ലേ? അപ്പം ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആണോ? അച്ഛനിപ്പോൾ അടുത്ത കോടതി കൂടുമ്പോൾ അച്ഛന് ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കൂടെ ചിലപ്പോൾ അമ്മൂമ്മയെ ഉണ്ടാവുമായിരിക്കും. കാരണം അമ്മാതിരി കാര്യങ്ങളാണല്ലോ അമ്മ കോടതിയിൽ പറഞ്ഞേക്കണത്. അമ്മൂമ്മയുടെ അച്ഛനെ മരിച്ച കാര്യം, അച്ഛൻ്റെ അച്ഛൻ മരിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് മിക്കവാറും അച്ഛൻ്റെ കൂട്ടായിട്ട് അമ്മൂമ്മ ഉണ്ടാവുമായിരിക്കും. പിന്നെ വിക്രത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ, അവൻ ഓൾറെഡി ഒരു പ്രതിയാണ്. ആഴ്ചയിൽ മാസത്തിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടലാണ് അവൻ്റെ പണി. അപ്പോൾ അതുകൊണ്ട് ഇനി കല്യാണം നടക്കില്ലെന്നാണോ അച്ഛാ? ഇനി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛനായിട്ടുള്ള ബന്ധം എനിക്ക് വേർപെടുത്തേണ്ടി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക് വളരെ ദേഷ്യത്തോട് കൂടി തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. അങ്ങനെ കാർത്തിക പിണങ്ങി പോകുമ്പോഴേക്ക് പ്രകാശനാകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുവാണ്. താൻ ഇത്രയും നാൾ സ്വപ്നം കണ്ട് ആ ഒരു ജീവിതം തനിക്ക് കിട്ടില്ല. അതുമാത്രമല്ല കാർത്തികയാണെങ്കിൽ പിണങ്ങി പോവുകയും ചെയ്യണു. ഇതിനെല്ലാത്തിനും കാരണം ലക്ഷ്മിയാണ്.
അതേപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്യുന്നു. പക്ഷെ ലക്ഷ്മി അങ്ങനെയല്ല, അവൾ പിടിച്ച പിടിയാലെ പിടിക്കും. അതുകൊണ്ട് തന്നെ അവളെ സൂക്ഷിക്കണം. എനിക്ക് ഞാൻ വിചാരിച്ച ജീവിതം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആരെ വേണമെങ്കിൽ ഞാൻ നശിപ്പിക്കാൻ തയ്യാറാണ്. ലക്ഷ്മിയെങ്കിൽ ലക്ഷ്മി, അവളെ ഞാൻ ഇല്ലാതാക്കി കളയുമെന്നൊക്കെ പ്രകാശിനെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ പ്രകാശിന് ഒരു മടിയില്ലാണ്ട് ലക്ഷ്മിനെ ഇല്ലാതാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മുടെ കല്യാണിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി പല പണികളും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ലക്ഷ്മിയെ ഇല്ലാതാക്കാൻ വേണ്ടി ലക്ഷ്മിയുടെ കാറിൻ്റെ ബ്രേക്ക് കളയുക, അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഗുണ്ടകൾ വെച്ചിട്ട് ലക്ഷ്മിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അങ്ങനെ പല പല കാര്യങ്ങളും പ്രകാശൻ ചെയ്യുകട്ടെ. പക്ഷേ ഏറെക്കുറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരെണ്ണമെങ്കിലും ചെറുതായിട്ടാണെങ്കിൽ നമുക്ക് മുറിവ് പറ്റുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ലക്ഷ്മിക്ക് ചെറിയൊരു മുറിവ് പറ്റുന്നുണ്ട്, അപകടം പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ലക്ഷ്മിക്ക് എന്തെങ്കിലും പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ, എനിക്കിതിന് പറ്റണ മുമ്പ് എൻ്റെ മോളെ എനിക്ക് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കണം, എനിക്കിതിന് പറ്റണ മുമ്പ് എൻ്റെ മോളെ നല്ലൊരു സേഫ് ആയിട്ടുള്ള കയ്യിൽ ഏൽപ്പിക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. അപ്പം അത് ശരിക്കും മിക്കവാറും ഒരു കാര്യമാവാൻ തന്നെയാണ് ചാൻസ്. അത് ലക്ഷ്മിക്ക് ഇതിന് പറ്റിയാൽ മാത്രമാണല്ലോ കാർത്തികക്ക് ദേഷ്യം കൂടുകയും അതുപോലെ തന്നെ പ്രകാശിന് എന്നേക്കുമായിട്ട് ജയിലിൽ കിടക്കുകയും ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് മിക്കവാറും നമ്മുടെ ലക്ഷ്മിക്ക് എന്തോ ഒന്ന് അപകടം സംഭവിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഉറപ്പാണ്. കാരണം കല്യാണിനെ കൊല്ലാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം പ്രകാശം നോക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ നടന്നിട്ടില്ല. പക്ഷെ ലക്ഷ്മിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉള്ളതായിട്ടാണ് എന്ന് തോന്നുന്നു കേട്ടോ. അത് തന്നെയായിരിക്കും ചാൻസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പ്രൊമോയിൽ കാണിച്ചത് നമ്മുടെ മനോഹറിൻ്റെ ലീലാവിലാസങ്ങളെല്ലാം തന്നെ ഷാരി കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെ മനോഹർ പുതിയൊരു പെണ്ണിനെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. കിരൺ പ്രത്യേകം മനോഹറിന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കലും ആ ഒരു പണിക്ക് പോകരുതെന്ന്. പക്ഷെ മനോഹർ അങ്ങനെയല്ല, വേറൊരു പുളിങ്കൊമ്പ് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ മനോഹർ ബിസിനസ് മീറ്റിംഗ്, ആ മീറ്റിംഗ്, ഈ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നുണ്ട്. അങ്ങനെ ഷാരി വിചാരിക്കും മനോഹർ പോകുമ്പോൾ മനോഹർ അറിയാണ്ട് മനോഹറിൻ്റെ കൂടെ പോകുക എന്നുള്ളത്. അപ്പം അങ്ങനെ മനോഹർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ഷാരിയും പുറത്തിറങ്ങുവാണ്. അങ്ങനെ മനോഹർ പുറത്തിറങ്ങിയിട്ട് മീറ്റിംഗ് എന്ന് പറഞ്ഞ് നേരെ പോണത് ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഷാരിക്ക് ടെൻഷൻ കൂടുവാണ്. പക്ഷെ ഞാൻ വിചാരിച്ചതൊക്കെ സത്യമാവാണോ, മനോഹരപ്പം ഞാൻ വിചാരിച്ച പോലെ ഒരു ഫ്രോഡാണോ എന്നൊക്കെ വെച്ചാൽ ആകെ പേടിച്ച് നിൽക്കുവാണ്. അങ്ങനെ ഒരു ഭാഗത്തേക്ക് മൂലക്ക് മാറി നിൽക്കുവാണ് നമ്മുടെ ഷാരി. എന്നിട്ട് ഒളിഞ്ഞു നോക്കുവാണ്. നോക്കുമ്പോൾ നമ്മുടെ മനോഹർ ആരെ കാത്തിരിക്കുകയാണ്. ഈശ്വര, അത് ബിസിനസ് നടത്തുന്ന ആൾക്കാർ തന്നെ ആവണേ എന്നൊക്കെ ഷാരിനെ പ്രാർത്ഥിക്കുക കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ഒരു പെണ്ണുങ്ങളെ ആവരുത്, അത് ബിസിനസ് അമേരിക്കയിൽ നിന്നും ജപ്പാനിലേക്ക് വന്ന ബിസിനസ് ആൾക്കാരെ ആയിരിക്കണം എൻ്റെ മരുമോൻ വെയിറ്റ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോഴാണ് ഷാരിനെ രട്ടിച്ചുകൊണ്ട് ആ കാഴ്ച നമ്മുടെ മനു കാത്തിരുന്നത് ഒരു പെണ്ണിനെയായിരുന്നു കേട്ടോ. അങ്ങനെ ആ പെണ്ണ് വരുമ്പോൾ തന്നെ മനോഹർ ആ കെട്ടിപ്പിടിച്ച് നമ്മുടെ നെറ്റിയിലൊക്കെ ഉമ്മ കൊടുക്കുവാണ്. അത് കണ്ടപ്പോൾ തന്നെ ഷാരിക്ക് മനസ്സിലായി ഇത് കേസ് വേറെയാണ്, മനോഹറിൻ്റെ പുതിയ ഏരയാണ്. ഒന്നില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വെച്ചിരിക്കുന്ന പെണ്ണ്, അല്ലെങ്കിൽ കല്യാണം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവാതിരിക്കാം. അങ്ങനെ ഷാരി സത്യങ്ങളൊക്കെ മനസ്സിലാക്കാട്ടോ. ഒരു കാര്യം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ തെളിവിൻ്റെ കാര്യങ്ങളും വേണമല്ലോ. അങ്ങനെ മനുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഷാരി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. എന്തായാലും മനുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ ഷാരിക്ക് മനുവിനോട് ഭയങ്കര വെറുപ്പും അറുപ്പും ഒക്കെ തോന്നി തുടങ്ങുന്ന ഒരു നിമിഷങ്ങളും കൂടിയിട്ടാണ്. പക്ഷെ ഷാരി ഇത് ഒരിക്കലും തന്നെ മോളോട് പറയില്ല. കാരണം സരുവിന് ഈ ഒരു കാര്യം അറിഞ്ഞാൽ മതി, സരു ആകെ ഇല്ലാണ്ടായി പോയി. അപ്പോൾ സരു ജീവൻ തന്നെ തീർത്ത് കളയും. അതുകൊണ്ട് ഈ സത്യം അറിഞ്ഞാലും മനോഹറിനെ രാഹുലിനെ പോലെ അവിടുന്ന് സരയു അറിയാണ്ട് അടിച്ചോടിക്കാൻ മാത്രമേ ഷാരി ശ്രമിക്കുകയുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.